പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദി ആദ്യത്തെ അധ്യായമായ ദുലാരെ പൽ ആണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ദൃശ്യത്തിൽ നമുക്ക് മനോഹരമായ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ പൂത്തുമ്പികളും ചിത്രശലഭങ്ങളും വെയിലും കാടും നമ്മുടെ തത്തയും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ്. എന്താണ് ദുലാരെ പൽ? പ്രിയപ്പെട്ട നിമിഷങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കവിത പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കവിതയുടെ പേരാണ് ധൂപ്പ് ആ ഗയി. അതിനർത്ഥം വെയിൽ. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, ആഗയി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ എന്നുള്ളതാണ്. ധൂപ്പ് ആഗയി, വെയിൽ വന്നപ്പോൾ. ഇതെഴുതിയത് പ്രയാഗ് ശുക്ല ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം കൂട്ടുകാരെ. ധൂപ്പ് ആഗയി സുബഹ് സുബഹ് കി. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ അല്ലേ? ആഗയി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ. സുബഹ് സുബഹ് കി, അപ്പോൾ നമ്മുടെ വെയിൽ രാവിലെ വന്നപ്പോൾ. കലിയാം, കലിയാമിൻ്റെ അർത്ഥം പൂമൊട്ട് എന്നാണ്. കലിയാം പ്യാരി പ്യാരി മഹക്കി. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ മനോഹരമായതെന്നാണ്. അപ്പോൾ ഈ പൂമൊട്ടുകൾ, ഈ മനോഹരമായ പൂമൊട്ടുകൾ മഹക്കീം, മഹക്കീമിൻ്റെ അർത്ഥം സുഗന്ധം പരത്തി എന്നുള്ളതാണ്. അപ്പോൾ വെയിൽ രാവിലെ വന്നപ്പോൾ നമ്മുടെ പൂമൊട്ട്, പ്രിയപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്തി എന്നാണ് ഈ രണ്ട് വരിയുടെ അർത്ഥം. കലിയാം ക്യാരി ക്യാരി മഹക്കീം. കലിയാം ഈ പൂമൊട്ടുകൾ, ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ പൂവ് നിൽക്കുന്ന ഇടം, പൂത്തടം എന്നാണ്. ക്യാരി ക്യാരി പൂത്തടം. ഈ പൂമൊട്ട് പൂത്തടങ്ങളെ ആകെ മഹക്കീം സുഗന്ധമുള്ളതാക്കി എന്നാണ് അതിനർത്ഥം. കലിയാം ഇത്തിനി സാരി മഹക്കീം. കലിയാം പൂമൊട്ട്, ഇത്തിനി സാരി ഒരുപാട് അല്ലെങ്കിൽ കുറേ. അപ്പോൾ ഒരുപാട് ഉള്ള ഈ പൂമൊട്ടുകൾ അവിടെയെല്ലാം മഹക്കീം സുഗന്ധമുള്ളത് ആക്കി എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ രാവിലെ വെയിൽ വന്നപ്പോൾ നമ്മുടെ പൂമൊട്ട് അവിടെയെല്ലാം, പൂത്തടത്തെയെല്ലാം സുഗന്ധമുള്ളതാക്കി എന്നാണ് ഈ വരികളെല്ലാം അർത്ഥം. നമുക്ക് അടുത്ത സ്റ്റാൻസയിലോട്ട് പോവാം. ഹവ, ഹവ ബഹ്രഹി ഠണ്ഡി ഠണ്ഡി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ബഹ്രഹി അവിടെയെല്ലാം വീശിക്കൊണ്ട് വന്നു. ആരാണ്? കാറ്റ് വീശിക്കൊണ്ട് വന്നു. ഠണ്ഡി ഠണ്ഡി, വെറും കാറ്റല്ല, വളരെ തണുത്ത. ഠണ്ഡി ഠണ്ഡി തണുത്ത കാറ്റ് വീശി. കൂംരഹി, കൂംരഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങി. ബഹ് ബഹക്കി ബഹക്കി, തത്തിക്കളിച്ചുകൊണ്ട് നമ്മുടെ കാറ്റ് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങുകയാണ്. തണുത്ത കാറ്റ് ചുറ്റിക്കറങ്ങുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉടുത്തി ഉടുത്തി, പറന്നു പറന്ന്. അപ്പോൾ പറന്ന് പറന്ന് ആരായിരിക്കും വരുന്നത്? പക്ഷികൾ അല്ലേ? ഉടുത്തി ഉടുത്തി ആയി. ചിടിയാം പക്ഷികൾ. ഫുദക് ഫുദക് അതായത് ചാടിച്ചാടി. ഫുദക് ഫുദക്കിൻ്റെ അർത്ഥം ചാടിച്ചാടി. കർവേഫി ചഹക്കീം, ചാടിച്ചാടി അവിടെയെല്ലാം ചിലച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചഹക്കീം എന്നർത്ഥം ചിലച്ചുകൊണ്ട്, ചാടിച്ചാടി ചിലച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ്. അപ്പോൾ ഒരു മനോഹരമായ ഒരു കവിതയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇതൊന്ന് വായിക്കാം. ധൂപ്പ് ആ ഗയി, ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം ക്യാരി ക്യാരി മഹക്കീം. കലിയാം ഇത്തിനി സാരി മഹക്കീം. हवा बह रही ठंडी ठंडी. घूम रही वह बहकी बहकी. उड़ती उड़ती आई चिड़ियाँ. फुदक फुदक कर वे भी चहकीം. അപ്പോൾ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കളർ അടിക്കാനുള്ള ഒന്നാണ് തന്നിരിക്കുന്നത്. രംഗ് ഫരേം, കളർ അടിക്കൂ എന്നുള്ളതാണ്. യഹ് കലി ഹെ, കലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമൊട്ട് എന്നാണ്. യഹ് ചിടിയ ഹേ, ഇതൊരു പക്ഷിയുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് പൂമൊട്ടിന് നിറം കൊടുക്കാം, അതുപോലെ പക്ഷിക്കും. ഇവിടെ കുറച്ച് കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ലാൽ, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ. ഹര ഗ്രീൻ കളർ. കാല ബ്ലാക്ക് കളർ. നീല ബ്ലൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഈ ചിടിയയ്ക്കും കലിക്കും കൊടുക്കാം.
കലിക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ഈ പൂമൊട്ടും അതുപോലെ തന്നെ